ഞങ്ങൾ അങ്ങ് ചെയ്യും, നിങ്ങളത് ഏറ്റെടുത്തോളണം എന്നുള്ള ഒരു രീതി അത് ഇനി അങ്ങനെ അത്ര എളുപ്പം ജനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പറയുന്ന CJP പ്രക്ഷോഭത്തിൻ്റെ വിജയം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അത് ഒരു പക്ഷേ നേരിട്ട് ഇതുപോലൊരു പ്രക്ഷോഭം ജന്തർ മന്ദിരത്തിലൊരു പ്രക്ഷോഭമായി അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിലും അത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ചെയ്യപ്പെടും. ഇത്തരം ഫോറങ്ങളുണ്ടാകും. ആ ഫോറങ്ങളിലേക്ക് ആൾക്കാരുടെ പ്രതികരണങ്ങൾ വരും. അതൊരു പ്രതിഷേധമായി മാറും. ആ പ്രതിഷേധം പിന്നീട് ഒരു പക്ഷേ അത് കഴിഞ്ഞാകും അത് തെരുവിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇത്തരം അവരുടെ അനുഭവങ്ങളൊക്കെ ഇതിലൂടെ വീഡിയോകളായും ഒക്കെ കൂടുതൽ ഒരു തെരുവിലെ പ്രക്ഷോഭമായി പെട്ടെന്ന് രൂപപ്പെട്ടില്ലെങ്കിലും അതിന് വഴിവെക്കുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ സംശയമില്ല. ഇനി ഈ പറഞ്ഞ E20 കാര്യത്തിൽ അതൊരു വഞ്ചന കൂടിയാണ് ശരത്തെ. അതായത് നമ്മൾ 20 ml പെട്രോൾ കുറച്ച് 80 ml പെട്രോളും 20 ml ഈ പറയുന്ന 800 ml പെട്രോളും 200 ml അങ്ങനെയാണ് അല്ലോ ഈ കണക്ക് പറയുന്നത് വെച്ചിട്ടാണ് ഈ പറയുന്ന പെട്രോൾ നമുക്ക് 1 ലിറ്റർ തരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു ലിറ്റർ എത്തനോൾ ഉണ്ടാക്കുന്നതിന് 30 രൂപയാണ് ചിലവ്. അതായത് ഈ പറയുന്ന 20 ml ഉണ്ടാക്കുമ്പോൾ ഏതാണ്ട് 1 രൂപ 1.5 രൂപയ്ക്കാണ് ഈ പറയുന്ന എത്തനോൾ ചേർക്കുന്നത്. 1 രൂപയുടെ എത്തനോളാണ് ഈ പെട്രോളിലേക്ക് ചേർക്കുന്നത് 20 ml ചേർക്കുമ്പോൾ. ഈ പറയുന്ന അതിന് നമ്മളിന്ന് വാങ്ങുന്നത് ഈ പറയുന്ന 200 ml പെട്രോളിൻ്റെ പൈസയാണ്. അതായത് 1 ലിറ്റർ വാങ്ങുമ്പോൾ നമ്മൾ 1 ലിറ്റർ പെട്രോൾ വാങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് 2-3 രൂപ അധികം ഈ സർക്കാർ വാങ്ങിക്കൊണ്ടു പോവുകയാണ്. വഞ്ചനയാണ്, ചതിയാണ്, നമ്മുടെ തട്ടിപ്പാണിത്. അത് ഈ പറയുന്ന എത്തനോൾ ചേർക്കുന്നത് ഈ പൂർത്തി ഗ്രൂപ്പിനും ഈ പറയുന്ന ഈ നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിനും മക്കൾക്കും ലാഭമുണ്ടാകുന്നു, അവരുടെ കമ്പനിക്ക് വലിയ തോതിൽ ലാഭമുണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മളെ വഞ്ചിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. പെട്രോളിൻ്റെ വിലയ്ക്കാണ് നമ്മൾക്ക് എത്തനോൾ തരുന്നത്. 1 രൂപ ചിലവ് വരുന്ന എത്തനോളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് പെട്രോളിൻ്റെ പൈസയാണ്. അവിടെ അങ്ങനെ ഒരു വലിയ വഞ്ചന നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്യമായി ഇപ്പോൾ നാളെ രാവിലെ എത്തനോൾ E20 അല്ലെങ്കിൽ EJP എന്ന് പറഞ്ഞ് തെരുവിലിറക്കി വരണമെന്നില്ല. പക്ഷേ അത് പൊരിഞ്ഞു കത്തി ആളിക്കത്തുന്ന തരത്തിലേക്ക് സാധനങ്ങൾ ഉണ്ടാകും. ഇത് തന്നെയാണ് BJP നേരിടാൻ പോകുന്നത്. BJP ഈ പറയുന്ന ഗോതി മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്താലും, നേരത്തെ ഗോതി മീഡിയ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയണം തോന്നിയത്, അതായത് ഈ പറയുന്ന പാർലമെൻറ്റിന് മുന്നിലുള്ള പ്രതിഷേധത്തിനെ അടിച്ചമർത്തി നരനായാട്ട് നടത്തി എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ നമ്പർ 1 ചാനൽ, കേരളത്തിലെ നമ്പർ 1 ചാനൽ അന്ന് വൈകുന്നേരത്തെ അന്തിച്ചർച്ചയ്ക്ക് ചോദിച്ച ചോദ്യം കേരള മോഡൽ രക്ഷാപ്രവർത്തനമോ എന്നുള്ളതാണ്. അതായത് ഇത്ര വലിയ ഒരു പ്രതിഷേധത്തെ ഇത്ര വലിയ രീതിയിൽ ഒരു ദാക്ഷിണ്യമില്ലാതെ ഇങ്ങനെ പെല്ലറ്റടക്കം ഉപയോഗിച്ച് അടിച്ചൊതുക്കിയിട്ട് അവർ ചോദിച്ചത് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കരിങ്കൊടി പ്രകടനം നടത്തിയവരെ തെറ്റാണത്. അതിനകത്തൊരു സംശയം വേണ്ട. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു പോലീസ് അതിക്രമത്തെ അതിനുവേണ്ടി തുല്യം ചെയ്തുകൊണ്ടാണ് കേരള മോഡൽ രക്ഷാപ്രവർത്തനം എന്ന് ചോദിച്ച് ചർച്ച നടത്തിയ ചാനൽ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ അവരെല്ലാം പക്ഷേ പിന്നീട് അതിനുശേഷം ഈ ചർച്ച ഈ സമരം വിജയിച്ചപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ അതിൻ്റെ വക്താക്കൾ അതിഗംഭീരമായി ഞങ്ങളാണ് ഈ ചർച്ച ഈ സമരത്തെ വിജയിപ്പിക്കാൻ പോലും ഞങ്ങളുടെ വലിയ ശ്രമം ഉണ്ടായിരുന്ന രീതിയിലൊക്കെ അവർ അത് അവകാശപ്പെട്ടേക്കാം. പക്ഷേ ബാർക്ക് റേറ്റിംഗ് കൂടി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പരസ്യവും കൂടെ ഇറക്കിയാണ്. അതെ, ഞങ്ങളാണ് ഈ സമരത്തിൻ്റെ വിജയ ശില്പികൾ. തീർച്ചയായും. പക്ഷേ ഇതൊന്നും ഈ പറയുന്ന പുതിയ തലമുറയ്ക്ക്, കാരണം അവർക്ക് ഈ നമ്പർ 1 ചാനലും നമ്പർ 2 ചാനലൊന്നും പുതിയ തലമുറയുടെ പ്രശ്നമല്ല. അവരുടെ ലോകം വേറെയാണ്. അവർ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ചങ്ങായിമാരുടെ ഫോട്ടോ കാട്ടിയപ്പോലും അവർക്കൊന്നും മനസ്സിലാവില്ല. ഇവരൊന്നും MA ബേബി അധിക്ഷേപിച്ച വിദ്വാന്റെ ഫോട്ടോ കാട്ടിയാൽ ഇതാരാന്ന് ചോദിക്കും. അവരുടെ ഒരു ഇതിൻ്റെ അവരുടെ സ്പെക്ട്രത്തിലേക്ക് വരുന്നില്ല. കാരണം വെച്ചാൽ ഇവരൊന്നും അവരുടെ വിഷയമല്ല. കൺവെൻഷണൽ മീഡിയ, പുതിയ തലമുറ ജെൻസിക്ക് കൺവെൻഷണൽ മീഡിയ എന്താണെന്ന് പോലും അറിയില്ല. അടുത്ത ആൽഫ തലമുറ കൂടെ വരുമ്പോഴത്തേക്കും വെറുതെ ഈ പറഞ്ഞു പോകാം എന്നുള്ളതല്ലാതെ പഴയ ഈ കണ്ണും കാതും കേൾക്കാത്ത ആൾക്കാർക്ക് മുന്നിലേക്ക് ഇതൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക എന്നുള്ളതല്ലാതെ പുതിയ തലമുറയ്ക്ക് മുന്നിലേക്ക് ഈ നടപടികളൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ പ്രക്ഷോഭങ്ങൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, അതാണ് ഈ പ്രക്ഷോഭ വിജയം തുടർന്നുള്ള ഈ പറയുന്ന ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എല്ലാ നടപടികൾക്കും എതിരെയുള്ള ഇതിന് ഒരു ഗുണം കൂടിയുണ്ട്. നേരത്തെ ശ്രീ ഗോപൻ പറഞ്ഞതുപോലെ ഇത് ഈ പറഞ്ഞ ജെൻസിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമരം കൂടിയാണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവരെ ഈ സമരത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ സമരത്തെ അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ജെൻസി കുട്ടികൾ രാവിലെ, പ്രത്യേകിച്ച് എൻ്റെ മോനൊക്കെ രാവിലെ പത്രം വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അവനെ പിടിച്ചിരുത്തി പറഞ്ഞാൽ വായിക്കുന്ന ആളല്ല, പക്ഷേ രാവിലെ പത്രം വായിക്കുന്നുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആ പത്രം ആദ്യ പേജ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്കും പോകുന്നുണ്ട്. പണ്ട് ഈ ആദ്യ പേജ് മാത്രം വായിച്ച് അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജെൻസി
രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. അവർ രാഷ്ട്രീയം മനസ്സിലാക്കി വരുന്നു. അത് തന്നെയാണ് ഇവരെ പേടിപ്പിക്കുന്നതും. അടുത്ത ഘട്ടത്തിൽ എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഇതേ ജെൻസി തന്നെയായിരിക്കും ഇങ്ങനെ പെട്രോളിനകത്ത് എഥനോൾ കലർത്തി നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു, അവനെ ഏറ്റവും വളരെ പെറ്റായിട്ട് കൊണ്ടു നടക്കുന്ന അവൻ്റെ വാഹനത്തെ ഇങ്ങനെ അത് വലിയ ദ്രവിപ്പിക്കുന്നത്, പ്രശ്നമാണ്. നശിപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ക്രിയേറ്റീവ്. നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഈ രാജ്യത്തിന് മുമ്പാകെ കാട്ടിത്തരുന്നത്. അതായത് ഇന്ത്യ സർക്കാർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ് എങ്കിൽ ഇന്ന് ഈ ബ്രാൻഡുകൾ നിൽക്കുന്നത് അതിൻ്റെ ഈ പറഞ്ഞ ഓൺലൈൻ റിവ്യൂകളിലാണ് എങ്കിൽ സോഷ്യൽ മീഡിയ റിവ്യൂകളിൽ ഈ സർക്കാർ വല്ലാതെ വലയാൻ പോകുന്നു. ഈ ജെൻസി, ഈ ഇന്നത്തെ യുവതലമുറ വളരെ ശക്തമായി തന്നെ റിവ്യൂവിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു പുതിയ സംവിധാനമായി മാറിയേക്കാം. അതിനൊരു ഉദാഹരണം പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി പാതിരാത്രി 12 മണിക്ക് 11 മണിക്ക് ഒരു വീഡിയോ സന്ദേശം വിട്ടല്ലോ. അതിൻ്റെ താഴത്തുള്ള കമൻറ്റുകൾ വായിച്ചാൽ മതി. അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള കമൻറ്റുകൾ വായിച്ചാൽ തന്നെ ഏതാണ്ട് കാര്യം മനസ്സിലാവും. ആ കമൻറ്റ് വായിച്ചാൽ അപ്പം തന്നെ ഈ കാണുന്ന ദൃശ്യത്തിൽ പറഞ്ഞത്, ഇതിന് താഴെയുള്ള കമൻറ്റ് വായിച്ചാൽ അപ്പം തന്നെ BJP തീരുമാനിക്കും ഇനി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അമ്മാതിരി കമൻറ്റുകളാണ് ഇതിൻ്റെ താഴത്ത് വന്നിട്ടുള്ളത്. അത് പുതിയ തലമുറയ്ക്ക് പ്രധാനമന്ത്രി എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് പറയാനുള്ള വേദിയായി മാറിയിട്ടുണ്ട് ഇത്. അത് ഈ സർക്കാരിനോട് പറയാനുള്ള വേദിയായി മാറി. ഈ പറയുന്ന സോഷ്യൽ മീഡിയ അതിനുള്ള ഒരു വേദിയായി മാറി. അത് വഴിവെച്ചത് ഈ സമരം തന്നെയാണ്. റൈറ്റ്.